അഷ്ടമി രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ്. പുലർച്ചെ 3-ന് നട തുറന്നു. അപ്പോൾ മുതൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ക്ഷേത്രത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരക്ക് പ്രമാണിച്ച് രാവിലെ 6 മണി മുതൽ VIP ദർശനം ഒഴിവാക്കി. അഷ്ടമി രോഹിണിയോടനുബന്ധിച്ച് നടക്കുന്ന ഉറിയടി ഘോഷയാത്ര രാവിലെ 9 മണിക്ക് മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും. ഗുരുവായൂരിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളുമായി ഹരീഷ് ചേരുന്നുണ്ട്. ഹരീഷ്, ഗുരുവായൂർ കണ്ണനെ കാണാൻ വേണ്ടിയിട്ടുള്ള തിരക്കിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ചടങ്ങുകൾ എങ്ങനെയാണ്? മറ്റ് ഘോഷയാത്ര ഉൾപ്പെടെയുള്ള പരിപാടികൾ എന്തൊക്കെയാണ്? രാജേഷ്, 9 മണിക്ക് തന്നെ കൃത്യം മമ്മിയൂരിൽ നിന്നും ഘോഷയാത്ര ആരംഭിക്കുമെന്നാണ് പറയുന്നത്. ഉറിയടിയും അതുപോലെ തന്നെ നൃത്തവും ജീവിത എഴുന്നള്ളിപ്പും ഒക്കെയായി 9 മണിയോടെയായിരിക്കും ഈ ഒരു ഘോഷയാത്ര ആരംഭിക്കുക. അത് 12 മണിയോടുകൂടി തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂരിൻ്റെ നടയിലാണ്. ഇവിടെ ഈ ഒരു തിരക്ക് നമുക്കിപ്പോൾ തന്നെ കാണാൻ സാധിക്കും. അത്ര വലിയ ജനത്തിരക്കാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പ്രധാനമായും ഈ VIP സ്പെഷ്യൽ ദർശനങ്ങൾക്ക് രാവിലെ 6 മണി മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുതിർന്ന പൗരന്മാർക്കുള്ള ദർശനം രാവിലെ 4:30 മുതൽ 5:30 മണി വരെയും ആക്കിയിട്ടുണ്ട്. തദ്ദേശീയർക്ക് ക്ഷേത്രത്തിൽ നിലവിൽ അനുവദിക്കപ്പെട്ട സമയത്ത് ദർശനമാകാമെന്നുണ്ട്. ബാക്കിയുള്ള സമയത്ത് ക്ഷേത്ര ദർശനത്തിന് പൊതുവരി സംവിധാനമുണ്ട്. അഷ്ടമി രോഹിണി നാളായതുകൊണ്ട് തന്നെ 200ഓളം വിവാഹങ്ങളാണ് ഇന്ന് ഷീട്ടാക്കിയിട്ടുള്ളത്. ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് വിവാഹ ചടങ്ങുകളുടെ സൗകര്യപ്രദമായ നടത്തിപ്പിനായി ദേവസ്വം പ്രത്യേകം ക്രമീകരണവും നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, അഷ്ടമി രോഹിണി നാളിൽ ചോറൂൺ വഴിപാട് കഴിഞ്ഞ് കുട്ടികൾക്ക് ദർശന സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 9 മണിക്കാണ് മമ്മിയൂർ ക്ഷേത്രത്തിൽ ഉറിയടി, ജീവിത എഴുന്നള്ളിപ്പ്, ഗോപികാ നൃത്തം തുടങ്ങി വിവിധ കലാരൂപങ്ങൾ ഉണ്ടാവുക. അത് 12 മണിയോടുകൂടി തന്നെ ഈ ഒരു ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തുമെന്നുള്ളതാണ്. അതിന് മുന്നോടിയായുള്ള ഒരു വലിയ ഭക്തജന തിരക്കാണ് നമുക്കിപ്പോൾ ഈ ഒരു കിഴക്കേ നടയിൽ ദർശിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. വലിയ ജനത്തിരക്ക് ഉള്ളതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കൃത്യമായ ആളുകളെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞ് കൃത്യമായി ഓരോ ആളുകളെയായാണ് ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ ദിവസം തന്നെ ഒരു ക്ഷേത്ര ഭാരവാഹികളും ദേവസ്വം ഒക്കെ ഇതിനു വേണ്ട ക്രമീകരണങ്ങൾ നടത്തിയിരുന്നതാണ്. നിരവധി വിവാഹ ചടങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നതെന്നുള്ളതാണ്. ഈ അഷ്ടമി രോഹിണി നാൾ ഏകദേശം 200ഓളം വിവാഹം എന്ന് പറയുമ്പോൾ അത്രത്തോളം ആളുകൾ ഇത് വിവാഹം ചീട്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും ഭക്തജന തിരക്ക് അത് വലിയ രീതിയിൽ തന്നെ ഇപ്പോഴും ഉണ്ട്. നിരവധി പേരാണ് ഈ ഒരു അഷ്ടമി രോഹിണി നാളിൽ കണ്ണനെ കണ്ട് ഭക്തി സാന്ദ്രതയോടുകൂടി കണ്ണനെ കണ്ട് മടങ്ങാനായി ഈ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി എത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇന്നത്തെ ഏറ്റവും പ്രധാന പരിപാടികൾ തുടക്കമിടുന്നത് മമ്മിയൂർ ക്ഷേത്രത്തിലാണ്. നമുക്കറിയാം, ഗോപികാ നൃത്തവും ഈ ഉറിയടിയും ജീവിത എഴുന്നള്ളിപ്പൊക്കെയായി വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് മമ്മിയൂർ ക്ഷേത്രത്തിൽ 9 മണിയോടുകൂടി തന്നെ ആരംഭിക്കുക. അതിന് ശേഷം ഈ എഴുന്നള്ളിപ്പ് ഇങ്ങോട്ടേക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് തിരിച്ച് 12 മണിയോടുകൂടി തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെത്തുന്ന ആ ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഹരീഷാണ് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം, ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ക്യാമറാമാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പോലും പറ്റാത്ത തരത്തിലുള്ള തിരക്കുമാണ്.